ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് നാലാമത്തെ വാർഷികമാണ്. ആ നാലാമത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ്. അത് പ്രതിപക്ഷം അതുമായിട്ട് സഹകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തതെന്ന്. ഇത് സർക്കാരിന്റെ നാലാമത്തെ വാർഷികമാണോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ CPM-ഉം BJP-യും കൂടിയാണല്ലോ നാലാമത്തെ വാർഷികം ആഘോഷിക്കുന്നത്. ആണോ? അങ്ങനെ BJP നേതൃത്വം പറയട്ടെ. നാലാമത്തെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനാണ് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാമത്തെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നതെന്ന് BJP പറയട്ടെ. അങ്ങനെ BJP-യും CPM-ഉം ചേർന്ന് ഒരുമിച്ചാണ് നാലാം വാർഷികം ആഘോഷിക്കുന്നതെങ്കിൽ അത് നടക്കട്ടെ. നാലാം വാർഷികാഘോഷവും ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനവും തമ്മിൽ രണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ വിഴിഞ്ഞം പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ, UDF സർക്കാർ ഇത് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ്, ഇത് കടൽ കൊള്ളയാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ. ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരായി ആരോപണം ഉന്നയിച്ച ആളാണ്. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടും കടൽ കൊള്ളയുമാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ തകർന്നു പോവരുടെ ഉപജീവനം ഇല്ലാതായി പോവും എന്ന് പറഞ്ഞ് ഇതിനെതിരായി നിലപാടെടുത്ത CPM ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രത്തെ കേരളത്തിലെ ജനങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തും. എട്ടുകാലി മമ്മൂഞ്ഞൻ. ഇത്രയുള്ളൂ സംഭവം. മനസ്സിലായില്ലേ? മാത്രമല്ല, ഇത് സ്വാഭാവികമായ പൂർത്തീകരണമാണ്. 2019 പൂർത്തിയാകാണ്ടാണ്. 2015 തുടങ്ങിയ പദ്ധതി 2025 പൂർത്തിയാകുന്നത്. ഗവൺമെന്റ് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, 2017 റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കണം. 2025 തുടങ്ങിയിട്ടില്ല. 2019 റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം. കേരള സർക്കാർ ചെയ്യേണ്ടതാണ്, ചെയ്തിട്ടില്ല ഇതുവരെ. 2025 ഈ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് പദ്ധതി പൂർത്തിയായപ്പോൾ അത് കൊണ്ടുവന്ന ആളുകളെ വിസ്മരിച്ച് അവിടെ പോയി നിന്ന് പണമെടുത്ത് അതിൻ്റെ ക്രെഡിറ്റ് ഈ നാലാമത്തെ വർഷം എടുക്കാമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് മാത്രമാണ് എനിക്ക് വിനീതമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കാനുള്ളത്. പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല എന്ന് തന്നെയാണോ? അല്ലല്ല, അവിടുത്തെ MP വിളിച്ചിട്ടുണ്ട്, MLA വിളിച്ചിട്ടുണ്ട്. അവരവിടെ പോയി പങ്കെടുക്കും. അല്ല, എന്നെ വിളിച്ചിട്ടില്ലല്ലോ. എനിക്ക് നിങ്ങൾ കണ്ടല്ലോ ക്ഷണക്കത്ത്. എല്ലാവർക്കും MP-മാർക്ക് എല്ലാവർക്കും MLA-മാർക്ക് അയച്ച ക്ഷണക്കത്താണ് എനിക്ക് തന്നത്. മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് നാലാമത്തെ വാർഷികം ആയതുകൊണ്ട് വിളിക്കുന്നില്ല എന്നാണ്. അല്ല, വിളിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. വിളിക്കാത്ത എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചിരിക്കുന്നത്? ഞാൻ ആ കത്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ പോകുമെന്ന് നിങ്ങൾ ആലോചിക്കും. എന്ത് ക്ഷണക്കത്താണ് എനിക്ക് അയച്ചത്? ഒരു പ്രോഗ്രാം പോലും എനിക്ക് അയച്ചിട്ടില്ല. 2-ാം തീയതി പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കാം. പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന്റെ തലേദിവസമാണ് എനിക്ക് കത്തയക്കുന്നത്. അത് തലേ ദിവസത്തെ ഡേറ്റ് ഇട്ടാണ് കത്തയച്ചേക്കുന്നത്. തലേ ദിവസം മന്ത്രി പത്രക്കാരോട് പറഞ്ഞത് വിളിക്കുന്നതെന്നാണ്. തലേ ദിവസത്തെ ഡേറ്റ് എന്ന കത്തിലുണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം വെറുതെ. അത് ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ, രാഷ്ട്രീയമായും എല്ലാ പ്രതിഷേധവും ഉണ്ടായപ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവ്യക്തമായ ഒരു, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പരിഭവമില്ല, പരാതിയില്ല. ഞങ്ങൾ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്ന ആളുകളാണ്. ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും അന്നത്തെ സർക്കാരിൻ്റെയും വിൽ പവറാണ്. അവരുടെ ഇച്ഛാശക്തിയും അവരുടെ നിശ്ചയദാർഢ്യവുമാണ് ഇത് കേരളത്തിലെ യാഥാർത്ഥ്യമാക്കിയത്. അത് ഞങ്ങൾ ജനങ്ങളോട് പറയും. കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വല്ലവരും ചെയ്തതിന്റെ പിതൃത്വം ഏറ്റെടുക്കുക എന്നതാണ് ഈ മുഖ്യമന്ത്രിയുടെ സ്ഥിരം പരിപാടി. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്ത് ഉദ്ഘാടന ചടങ്ങിന് പങ്കെടുക്കാനില്ല, തന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുകയാണ് വി.ഡി. സതീശൻ. ആ ക്ഷണക്കത്ത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ ആണ് തനിക്ക് കിട്ടിയത് എന്നും അതിനു മുമ്പ് പറഞ്ഞത്, വാസവൻ തന്നെ പറഞ്ഞത്, സർക്കാരിൻ്റെ 4-ാം വാർഷിക ആഘോഷമാണ് ഇത് എന്നായിരുന്നു. അങ്ങനെയെങ്കിൽ BJP-യും CPM-ഉം ചേർന്നാണോ 4-ാം വാർഷികം ആഘോഷിക്കുന്നത് എന്ന ചോദ്യമാണ് വി.ഡി. സതീശൻ ഉയർത്തുന്നത്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് 475 കോടി രൂപയുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതൊന്നും ഇവര് ശ്രദ്ധിക്കുന്നില്ല. ഈ പോർട്ട് മാത്രം വന്നാൽ പോരാ, പോർട്ടിന് കണക്ടിവിറ്റി കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്യും? അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ട ജോലി. മറ്റത് 2 കൂട്ടരുടെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് അത് പൂർത്തിയാവും. അത് തന്നെ വളരെ വൈകിയാണ് പൂർത്തിയായത്. മാത്രമല്ല, സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം
ഉചിതമായ ക്ഷണം തനിക്ക് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ തലയ്ക്കും തലേ ദിവസമാണോ ക്ഷണിക്കേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. പരിഭവം ഇല്ലെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പദ്ധതി ഏറ്റെടുക്കുവാൻ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവത്തോടെ CPM സർക്കാർ ശ്രമിക്കുകയാണ് എന്നുമുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് അവിടെ ഉയർത്തുന്നത്. PS അനു ചേരുന്നു. അനു, വിഴിഞ്ഞത്തേക്കില്ല എന്ന് VD സതീശൻ വ്യക്തമാക്കുന്നു. അതിന് കാരണമായി പറയുന്നത് ഉചിതമായ രീതിയിൽ ക്ഷണിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം വല്ലാതെ രോഷപ്രകടനം നടത്തുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്? ഈ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് VD സതീശൻ പങ്കെടുക്കില്ല എന്നുള്ള കാര്യം നമ്മൾ രാവിലെ തന്നെ വാർത്ത നൽകിയതാണ്. ഇപ്പോൾ അദ്ദേഹം അത് വ്യക്തമായി പറയുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇതുവരെയും ഒരു ക്ഷണം ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന് നൽകിയതാകട്ടെ അത് ഈ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട നോട്ടീസ് ഒരു ക്ഷണക്കത്തായി അയക്കുക മാത്രമാണ്, ഈ പരിപാടി പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഈ സ്റ്റേജിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കയറിയിരിക്കാനോ ഒന്നും കഴിയാത്ത തരത്തിൽ ഒരു കാഴ്ചക്കാരനെ എത്തണം എന്നുള്ളതാണ് ഈ പ്രോഗ്രാം നോട്ടീസ് അയച്ചതിലൂടെ വ്യക്തമാക്കുന്നത്. ഇത് പ്രതിപക്ഷത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന ഒരു സംഭവമാണ്. അതേസമയം പ്രതിപക്ഷം ഈ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നല്ല പറയുന്നത്. നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം ഇത് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിൽ സ്ഥലം MP ആയിട്ടുള്ള ശശി തരൂർ പങ്കെടുക്കും, സ്ഥലം MLA ആയിട്ടുള്ള M വിൻസെന്റ് പങ്കെടുക്കും. പക്ഷേ ഔദ്യോഗിക ക്ഷണമില്ലാത്തതിനാൽ ഈ പരിപാടികളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിട്ടുനിൽക്കുന്നു. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞത് ഇത് സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഉള്ള ചടങ്ങാണ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടിയിലേക്കാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ BJP ഈ CPM തമ്മിൽ ഒരുമിച്ച് ചേർത്ത പരിപാടിയാണോ? വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ചോദ്യം VD സതീശൻ ഇവിടെ ഉന്നയിക്കുന്നു. ഏതായിരുന്നാലും പ്രതിപക്ഷ നേതാവിനെ ഈ തുറമുഖ ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിക്കാത്തതിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഒരു തരത്തിൽ അത് ശരിയുമാണ്. കാരണം നമ്മൾ രാഷ്ട്രീയ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശം അല്ലെങ്കിൽ പിതൃത്വം ആർക്കാണ് എന്നുള്ള ചർച്ച നടക്കുമ്പോൾ രണ്ടു കൂട്ടരും ഇതിന് അർഹരാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നില്ല, ഇത് സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷമാണ് എന്ന് VN വാസവൻ എവിടെയാണ് പറഞ്ഞത്? VN വാസവന്റെ ഒരു പ്രസ്താവനയായി ഒരു പത്രത്തിലാണ് ഈ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം VN വാസവൻ അങ്ങനെയല്ല താൻ ഉദ്ദേശിച്ചത്. അതായത് സർക്കാരിന്റെ വാർഷിക പരിപാടികളിൽ ഒന്നും തന്നെ പ്രതിപക്ഷ നേതാക്കളോ പങ്കെടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ ചടങ്ങിലും ക്ഷണിക്കാത്തത് എന്നുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. പക്ഷേ ഒരു പത്രത്തിൽ അദ്ദേഹം നൽകിയ സ്റ്റേറ്റ്മെന്റിൽ ഇത് 4ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഉദ്ഘാടനം എന്ന് പറയുന്നുണ്ട്. ഏതായാലും അതാണ് VD സതീശൻ ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ പറയുന്ന ഏറ്റവും വലിയ ഒരു ആയുധമാക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള. ഇവിടെ ഉമ്മൻചാണ്ടിക്ക് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട അവകാശവാദം ഉണ്ട്, അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുപോലെ VS അച്യുതാനന്ദൻ ആയിക്കോട്ടെ, അദ്ദേഹത്തിനും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കപ്പൽ വരുന്ന ചടങ്ങിൽ ഈ വിഴിഞ്ഞത്തിന്റെ പങ്കുവഹിച്ച ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ VS അച്യുതാനന്ദന്റെ പേര് പറയാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആ ഘട്ടത്തിലും വിമർശനം ഉയർന്നിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഴിഞ്ഞം തുറമുഖത്തിന് ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ. PS അനു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.